ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലല്ല വിദ്യാഭ്യാസ മേഖലയെ നിലവിൽ ഗവർണർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത മിക്കവരും ABVP RSS പ്രവർത്തകരാണ്. അതായത് ജനാധിപത്യപരമായിട്ട് ഒരു തരത്തിലും നീതി പുലർത്താത്ത രീതിയിലാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഏതറ്റം വരെ പോയിട്ടാണെങ്കിൽ ഏത് പ്രതിരോധത്തിൻ്റെ കോട്ട കെട്ടിയിട്ടാണെങ്കിലും ഇത്തരം ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറടിച്ച് കാണിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അടിച്ചമർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന തീർത്തും എന്താ പറയുക അങ്ങനെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രതിനിധിയെ ഗവർണറെ കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്ത് പടിയടച്ച് പിണ്ടവെക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ആ വിഷയം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. തികച്ചും എന്താ പറയുക സംഘപരിവാറായിട്ടുള്ള ആൾക്കാരെ കേരളത്തിനകത്തേക്ക് അവർക്ക് എല്ലാ തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് അവർക്ക് ഉള്ള പഴുതുകൾ വഴി വിദ്യാർത്ഥികളിലേക്ക് അല്ലെങ്കിൽ കേരളത്തിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട് അവരുടെ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു പ്രൈമറി ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ BJP അജണ്ട അല്ലെങ്കിൽ RSS അജണ്ട എന്താണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പോകുന്നത്. നമ്മൾ ഇതിനെപ്പറ്റി പ്രൊട്ടസ്റ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് നോർമലൈസ് എല്ലാം ഇവിടെ നോർമലൈസ് ആയതുപോലെ ഈ റൈറ്റ് വിങ്ങിൻ്റെ എല്ലാ തരത്തിലും പ്രൊപ്പഗണ്ടയും നോർമലൈസ് ആയതുപോലെ ഈ ഗവർണറിൻ്റെ ഇപ്പോഴത്തെ ഈ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പും കൂടി നോർമലൈസ് ആവും. ഗവർണർ സംഘപരിവാറുകാരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒട്ടും ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലല്ല വിദ്യാഭ്യാസ മേഖലയെ നിലവിൽ ഗവർണർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത മിക്കവരും ABVP RSS പ്രവർത്തകരാണ്. അതായത് ജനാധിപത്യപരമായിട്ട് ഒരു തരത്തിലും നീതി പുലർത്താത്ത രീതിയിലാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഗവർണർ രാഷ്ട്രീയം കളിക്കാമെന്ന് തോന്നുന്നുണ്ടോ? അതെ, തീർച്ചയായും. SFI ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളെ പിന്തുണക്കുന്നുണ്ടോ? അതെ, ഉണ്ട്. എല്ലാ കാലത്തും സമൂഹത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, നീതി നിഷേധിക്കപ്പെടുമ്പോൾ, ജനാധിപത്യം തുലയ്ക്കപ്പെടുമ്പോൾ എന്നും പ്രതികരിച്ചു പോയിട്ടുള്ള സംഘടന തന്നെയാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഇത്തരത്തിൽ സംഘപരിവാർ വൽക്കരണം നടക്കുമ്പോൾ, കാവ്യവൽക്കരണം നടത്തുമ്പോൾ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്യം SFI എന്നും ഉൾക്കൊള്ളും. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഗവർണർ പ്രവേശിപ്പിക്കില്ലെന്നാണ് SFI പ്രഖ്യാപനം. ഇത് നടപ്പാക്കാൻ സാധിക്കും തോന്നുന്നു? അതെ, മഹാരാജാസ് ആവട്ടെ മറ്റു കലാലയങ്ങളാവട്ടെ എല്ലാ ക്യാമ്പസുകളിലും രാഷ്ട്രീയം പറയുന്ന സംഘടനയാണ് SFI. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, ജനാധിപത്യം പറഞ്ഞുകൊണ്ട്, അതിനോട് നീതി പുലർത്തിക്കൊണ്ട് നമ്മൾ കോട്ട കെട്ടി പ്രതിരോധിച്ചുകൊണ്ട് തന്നെ ഗവർണറെയും പ്രതിരോധിക്കും, കാവ്യവൽക്കരണത്തെയും പ്രതിരോധിച്ചുകൊണ്ടിരിക്കും. കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വലിയൊരു മാതൃക സൃഷ്ടിക്കുകയാണ്. ഈ മാതൃകയെ RSS ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി UPയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം പോലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം പോലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പോലെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റുന്നതിനുള്ള സംഘപരിവാറിൻ്റെ ഒളി അജണ്ടകൾ കടത്തിയിട്ടുള്ള മെമ്പർമാരെയാണ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിലേക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന് ഗവർണർ ഒരു ഉപകരണമായിട്ട് കേരള സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണ്. ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണോ? തീർച്ചയായിട്ടും ഗവർണർ എന്ന് വെച്ചാൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെയും സംസ്ഥാന ഗവൺമെൻറ്റിനെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഫെഡറൽ വ്യവസ്ഥയെ ഏറ്റവും സുശക്തമായി നിലനിർത്തുന്നതിന് വേണ്ടി ഇടപെടേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി ചെയ്യുന്നത് കേരള സംസ്ഥാനത്തിലെ ഫെഡറൽ വ്യവസ്ഥയെ മുഴുവനും തകിടം മറിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കളിപ്പാവയായിട്ട് ഗവർണർ മാറുന്നത് അത്യന്തം രാഷ്ട്രീയ അശ്ലീലമാണ്. SFI ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളെ പിന്തുണക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും SFI എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനയാണ്. വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ശാസ്ത്രീയ വിദ്യാഭ്യാസം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ബാധ്യസ്ഥപ്പെട്ട സംഘടനകളാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ അശാസ്ത്രീയമായ രീതിയിൽ സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുന്നതിന് ഗവർണർ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും SFI അതിനെ പ്രതിരോധിക്കും. SFI നടത്തിയിട്ടുള്ള പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും കേരള വിദ്യാർത്ഥികൾ പ്രശംസയോടെ ഏറ്റവും അഭിമാനത്തോടു കൂടി നോക്കിക്കാണുകയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് ഗവർണറെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നാണ് SFI പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് നടപ്പാക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും SFIയെ സംബന്ധിച്ചിടത്തോളം SFI ഏറ്റെടുത്ത സമരങ്ങളൊക്കെ തന്നെ ആ വിജയത്തിന് വേണ്ടിയിട്ട്, സമര വിജയങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ക്യാമ്പസുകളിലേക്ക് ഒളി അജണ്ടകളുമായിട്ട് ഗവർണർ കടന്നു വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കും, അതിനെ തടയും, പ്രതിഷേധിക്കും. ഈ ക്യാമ്പസിൽ ഗവർണർ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം? തീർച്ചയായിട്ടും പ്രതിഷേധങ്ങൾ ഉണ്ടാകും, പ്രതിരോധങ്ങൾ ഉണ്ടാകും. തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു അജണ്ടയാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ആ വിഷയം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. തികച്ചും എന്താ പറയുക സംഘപരിവാറായിട്ടുള്ള ആൾക്കാരെ കേരളത്തിനകത്തേക്ക് അവർക്ക്
എല്ലാ തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് അവർക്ക് ഉള്ള പഴുതുകൾ വഴി വിദ്യാർത്ഥികളിലേക്ക് അല്ലെങ്കിൽ കേരളത്തിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട് അവരുടെ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു പ്രൈമറി ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ BJP അജണ്ട അല്ലെങ്കിൽ RSS അജണ്ട എന്താണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പോകുന്നത്. ആ തരത്തിലാണ് നോക്കി കാണുന്നത്. SFI ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളെ എങ്ങനെയാണ് പിന്തുണക്കുന്നുണ്ടോ? തീർച്ചയായും പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ പ്രതികരിച്ച് പോകേണ്ടതുണ്ട്. നിലവിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന രീതി സ്വാഭാവികമായിട്ടും ജനാധിപത്യ തരത്തിലേക്കാണ് പ്രതികരിച്ച് പോയിട്ടുള്ളത്. അതിനെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഗവർണറെ പ്രവേശിപ്പിക്കില്ലെന്നാണ് SFI പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നടപ്പാക്കാൻ സാധിക്കുമോ? സ്വാഭാവികം നമുക്ക് കഴിയാവുന്ന തരത്തിൽ അത് നടപ്പാക്കി പോകുന്നതായിരിക്കും എന്നുള്ളതിനാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ക്യാമ്പസിനകത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റികളെ തികച്ചും ജനാധിപത്യപരമല്ലാത്ത രീതിയിലേക്ക് കാവ്യവൽക്കരിക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ അവരെ ചെറുത്ത് നിൽക്കുക അല്ലെങ്കിൽ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ കേരളം ഇങ്ങനെ ഭാവി കാലങ്ങളിലേക്ക് തുടർന്ന് പോകണമെങ്കിൽ ഈ ഒരു സമയത്തെങ്കിലും പ്രതികരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളായിട്ട് നിൽക്കുന്ന കാലത്ത് നമ്മൾ ഉത്തരവാദിത്തമാണ്. അത് അങ്ങനെ തന്നെ ചെയ്തു പോകും. ഈ ക്യാമ്പസിൽ ഗവർണർ വരികയാണെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? തീർച്ചയായും പ്രതികരിക്കും. മഹാരാഷ്ട്രയിലെ ക്യാമ്പസ് എല്ലാ അനീതികൾക്കെതിരെയും എന്നും പ്രതിഷേധം ഉയർത്തിയിട്ടുള്ള ക്യാമ്പസാണ്. സ്വാഭാവികമായിട്ടും ഗവർണറെ ഏത് തരത്തിൽ പ്രതികരിക്കണോ ആ രീതിയിൽ തന്നെ പ്രതികരിച്ചു പോകുന്നതായിരിക്കും. ഇത് ശുദ്ധ തോന്നിവാസം തന്നെയാണ് പറയാൻ കഴിയുന്നത്. അതായത് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് ഈ പറഞ്ഞ സംഘം ഒരു അജണ്ട കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് ഇവർ തിരഞ്ഞെടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സെനറ്റിലേക്ക് ABPന്റെ യൂണിറ്റ് പ്രസിഡന്റായിട്ടുള്ള മറ്റൊരു വിദ്യാഭ്യാസ യോഗ്യത കേവലം ഈ പറഞ്ഞ സംഘപരൻ്റെ രാഷ്ട്രീയം പറയുന്നതെന്ന് മാത്രം ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനുള്ള ഇത്തരം ആളുകളെ ഈ പറഞ്ഞ ക്യാമ്പസുകളിലേക്ക് കുത്തിക്കയറ്റാണ്. തീർച്ചയായും സംഘപരൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. ഇത് ക്യാമ്പസിലേക്ക് കടന്നു വരാൻ വേണ്ടി SFI അനുവദിക്കില്ലെന്ന് മാത്രമാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഗവർണർ എന്ന വ്യക്തിക്കപ്പുറത്തേക്ക് നമുക്കറിയാം ഇന്ത്യയുടെ പൊതു സംവിധാനം ഇപ്പോൾ ഭരണകൂടം എങ്ങനെയാണ് പ്രവർത്തിച്ചെടുക്കുന്നത്. അതായത് ആരോഗ്യ മന്ത്രാലയത്തിൽ ലോഗോ അടക്കം മാറ്റുന്നു. അങ്ങനെ എല്ലാ തലത്തിലേക്കും ഈ സംഘപരിവാർ ഈ നമ്മുടെ ചരിത്രത്തെ ഒക്കെ മട്ടിമറിക്കുന്ന രീതിയിലേക്ക് ശ്രമിക്കുന്ന സമയത്താണ് നമ്മുടെ ഗവർണർ ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ആൾക്കാരെ നമ്മുടെ സർവകലാശാല അടക്കമുള്ള സെലക്ട് മെമ്പറായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന രാജ്യത്തെ ഒരു സർവകലാശാല, നമ്മളെ ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ള സർവകലാശാലകളെ വീണ്ടും കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷപരമായിട്ടുള്ള ഇടപെടലാണ് ഗവർണർ നടത്തിയെന്നുള്ളതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഈ പ്രതിഷേധം വരുന്നത്. SFI ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളെ നിങ്ങൾ പിന്തുണക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പിന്തുണയ്ക്കുന്നുണ്ട്. ഏറ്റവും ജനാധിപത്യ രീതിയിലുള്ള ഏറ്റവും മാന്യതയോടെയാണ് ഈ പറഞ്ഞ കരിമീൻ പ്രതിഷേധം ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത്. ഇതിന് പ്രതികരണം എന്നാണ് ഈ പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ കാട്ടിക്കൂടി എന്താണെന്നോ ഈ പറഞ്ഞ പൊതുജനം മൊത്തം കണ്ടിട്ടുള്ളതാണ്. ഈ പറഞ്ഞ കാറിൽ നിന്ന് വന്നുകൊണ്ട് SFI ആളുകൾ ഈ പറഞ്ഞ പ്രവർത്തകരെ ഈ പറഞ്ഞ പ്രതിഷേധിക്കുന്ന ഈ പറഞ്ഞ ജനാധിപത്യ രീതി പ്രതിഷേധിക്കുന്ന SFI പ്രവർത്തകരെ ക്രിമിനൽസ് എന്നും റാസ്കസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും മോശം ഇതിൽ ഈ പറഞ്ഞ ഇതിൽ സംസാരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആൾ ഗവർണറാണോ സവർക്കറാണോ എന്ന് ഇയാൾ സ്വയം പരിശോധിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഇത്തരത്തിലുള്ള ഈ പറയുന്ന ആവശ്യങ്ങളുമായിട്ട് ഇത്തരത്തിലുള്ള നയങ്ങളുമായിട്ട് നിലപാടുമായിട്ട് ക്യാമ്പസുകളിലേക്ക് കേരളത്തിലെ വിദ്യാർത്ഥികളിലേക്ക് വരുന്ന ഘട്ടത്തിൽ അതിന് തീർച്ചയായും പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് SFI തയ്യാറാവുന്നു എന്ന് പറയാനുള്ളത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഗവർണറെ പ്രവേശിപ്പിക്കില്ലെന്നാണ് SFI പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് നടപ്പാക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും കരിങ്കൊടി അതായത് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യപരമായിട്ട് ഗവർണർ നേരിട്ട് കളയുന്നതല്ല അല്ല, അതിനപ്പുറത്തേക്ക് ഇത് കൃത്യമായിട്ട് എതിർക്കപ്പെടേണ്ട വിഷയമാണ്. കാരണം ഗവർണർ എന്ന് പറയുന്നത് മുഹമ്മദ് ആരിഫ് ഖാൻ എന്ന വ്യക്തിക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടും അദ്ദേഹം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അയാളുടെ ആദർശങ്ങളുണ്ട്. അതിനെയാണ് SFI ചോദ്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ കേരളത്തിലെ ഒരു സർവകലാശാലക്കകത്തും അത്തരത്തിലുള്ള കാവ്യവൽക്കരണം സാധ്യമാക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവർണറെ തടയും. ഗവർണറിൻ്റെ ആദർശങ്ങളെയും ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്ന തീരുമാനങ്ങളെയും അത് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഉറച്ച ബോധ്യത്തിൽ തന്നെയാണ് ഗവർണറെ ഒരു ക്യാമ്പസിനകത്തും പ്രവേശിപ്പിക്കില്ല എന്നുള്ള പ്രതിഷേധം എടുക്കുന്നുള്ളത് ഇപ്പം SFI സൂചിപ്പിച്ചു പോയിട്ടുള്ളത്. SFIക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ സംഘടനാ സംവിധാനവും മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ പറഞ്ഞ ഏകോപിച്ചുകൊണ്ട് ഈ പറഞ്ഞ കോട്ട കെട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംഘപരിവാറുടെ ഈ പറഞ്ഞ അധിനിവേശങ്ങളെ ഈ പറഞ്ഞ ക്യാമ്പസുകളിലേക്ക് വിദ്യാർത്ഥികളിലേക്ക് കടന്നു വരുന്ന ഇത്തരം സംഘപരിവാറുടെ തീട്ടൂരങ്ങളെ അധിനിവേശങ്ങളെ കോട്ട കെട്ടി പ്രതിരോധിക്കാൻ വേണ്ടി SFI കേരളത്തിലെ ക്യാമ്പസുകളും തെരുവുകളുണ്ടായിരിക്കും. ഉറപ്പ് തന്നെയാണ്. ഈ ക്യാമ്പസിൽ ഗവർണർ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരണം? ഉറപ്പ് തന്നെയാണ്. ഇത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത്. ഈ ക്യാമ്പസിനകത്തേക്ക് ഈ പറയുന്ന തീട്ടൂരങ്ങളുമായിട്ട് ഈ പറയുന്ന സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടയുമായിട്ട് ഗവർണർ കടന്നു വരുന്ന ഘട്ടത്തിനകത്തേക്ക് ഈ പറയുന്ന മുഴുവൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ വിദ്യാർത്ഥികൾ മൊത്തം ഏകോപിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മുഴുവൻ ആളുകൾ ചേർത്തുകൊണ്ട് കോട്ട കെട്ടിക്കൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി SFI മഹാരാഷ്ട്രത്തിന് മുന്നിലെ ക്യാമ്പസുകൾ തന്നെ ഉണ്ടാവും എന്ന് മാത്രമേ പറയാനുള്ളത്. ഗവർണർ സംഘപരിവാരത്തിനെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് SFI കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തി പോയിട്ടുണ്ട്. സഖാവാർഷോ SFIയുടെ സംസ്ഥാന സെക്രട്ടറി അതിനകത്ത് കൃത്യമായ നിലപാട് രേഖപ്പെടുത്തി പോയിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് BJP അധികാരത്തിലേറിയ സംസ്ഥാനങ്ങളെ നിങ്ങൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അവരേറ്റവും ആദ്യം ശ്രമിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ തച്ച് തകർക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാ കാലത്തും BJP സംഘപരിവാരത്തിൻ്റെ ഭരണകൂടം ഭയപ്പെടുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്.
നല്ല പുരോഗമനാത്മകമായി ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് തീർത്തും അവർക്ക് ഭീഷണിയാണ്. പുരോഗമനാത്മകമായി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി പറ്റുന്ന, അവരുടെ തെറ്റുകളെ, അനീതികളെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് തീർത്തും അവർക്കൊരു തിരിച്ചടി പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംഘപരിവാരം ബോധപൂർവം കാവ്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഗവർണറെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെനറ്റിലേക്ക് ഇത്തരമൊരു നീക്കം നടത്തിയിട്ടുള്ളത്. ഇതിനെ ശക്തമായി തന്നെ SFI എന്നുള്ള നിലയിൽ പ്രതിരോധിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം SFI നടത്തിയ പ്രതിഷേധങ്ങളെയൊക്കെ പിന്തുണക്കുന്നുണ്ടോ? തീർച്ചയായും SFI നടത്തിയത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. അതിനെ അങ്ങനെ തന്നെയാണ് SFI വിലയിരുത്തുന്നതും. അതിനകത്തേക്ക് ഗവർണർ വന്നുകൊണ്ട് തീർത്തും അസഭ്യമായിട്ടുള്ള രീതിയിൽ തീർത്തും അശ്ലീലങ്ങൾ വിളിച്ചു പറയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് SFI തീർത്തും അപലപിക്കുന്നുണ്ടല്ലോ. SFI പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് ഗവർണറെ പ്രവേശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നാണ്. അത് SFIക്ക് നടപ്പിലാക്കാൻ സാധിക്കും? തീർച്ചയായും ഏതറ്റം വരെ പോയിട്ടാണെങ്കിൽ, ഏത് പ്രതിരോധത്തിൻ്റെ കോട്ട കെട്ടിയിട്ടാണെങ്കിലും ഇത്തരം ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറടിച്ചു കാണിക്കുന്ന, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അടിച്ചമർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന, തീർത്തും എന്താ പറയുക, അങ്ങനെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തെ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു പ്രതിനിധിയെ, ഗവർണറെ കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്ത് പടിയടച്ച് പിണ്ടവെക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ ക്യാമ്പസിൽ മഹാരാജാസിൽ ഗവർണർ വരികയാണെങ്കിൽ നിങ്ങൾ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുമോ? SFIയുടെ നിലപാടാണല്ലോ. കേരളത്തിനകത്ത് ക്യാമ്പസുകൾ എടുത്തു പരിശോധിച്ചാൽ ഏറ്റവും ആദ്യം ഏതൊരു വിഷയത്തിനകത്തും ശബ്ദമുയർത്തുന്ന, പ്രതിഷേധമുയർത്തുന്ന ക്യാമ്പസാണ് മഹാരാജാസ് ക്യാമ്പസ്. ആ ക്യാമ്പസിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പടി കടന്ന് ഇവിടെ കയറ്റുവാൻ ഒരിക്കലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ അനുവദിക്കില്ല. എങ്ങനെയായാലും പ്രതിരോധിക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഗവർണറുടെ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്യുന്ന രീതിയിലാണ് ഗവർണർ സാധനം ചെയ്തിട്ടുള്ളത്. കാരണം വിവിധ മേഖലയ്ക്കകത്തുള്ള സ്പോർട്സ്, അങ്ങനെയുള്ള വിവിധ മേഖലയ്ക്കകത്തുള്ള വിദ്യാർത്ഥികളെ ഇതിന് അകത്തേക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത രീതിയിൽ RSS പ്രവർത്തകരെ മാത്രമായിട്ട് ചെയ്യുന്ന രീതിയാണ് ഗവർണർ സ്വീകരിച്ചിട്ട് പോയിട്ടത്. അപ്പോൾ അതിനെതിരാണ് SFI നിരന്തരമായിട്ട് പ്രതിഷേധം എടുത്തു പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുഴുവനുള്ള പദവിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. അല്ലാതെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും, 1-2 ആളുകൾക്ക് പുറമേയായിട്ട് മുഴുവൻ ആളുകളും RSSൻ്റെ സജീവ പ്രവർത്തകരാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിക്കൊണ്ട് മാത്രമാണ് ഒരു പ്രവർത്തനം ഗവർണർ ചെയ്തു വെച്ചിട്ടുള്ളത്. SFI ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളെ പിന്തുണക്കുന്നു? തീർച്ചയായും. പ്രതിഷേധം എന്ന് പറയുന്നത് മുഴുവനായിട്ട് ജനാധിപത്യ രീതിയിലാണ് നമ്മൾ SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഏറ്റെടുത്ത് പോയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധം നമുക്കറിയാം. പ്രതിഷേധം ഗവർണറുടെ വാഹനം വരുന്ന സമയത്ത് റോഡിൻ്റെ വശത്തേക്ക് മാറി എന്നുകൊണ്ടാണ് SFIയുടെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഏറ്റെടുത്തത്. എന്നാൽ ഗവർണറുടെ പ്രോട്ടോകോൾ ഭേദിച്ചുകൊണ്ട് ഗവർണർ കാറിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് SFIയുടെ പ്രവർത്തകരെ വളരെ മോശമായിട്ട് തെറിവിളിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. തീർത്തും ജനാധിപത്യപരമായിട്ടുള്ള കാര്യമാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് വരുന്നത്. കാരണം നമുക്കൊന്ന് പറയാനുള്ളത്, SFI എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഗവർണർ വിളിക്കുന്ന രീതിയിലേക്ക് SFI മാറുകയാണെങ്കിൽ നമ്മൾ ആ രീതിക്കകത്തേക്ക് മാറാത്തതിനുള്ള കാരണം എന്ന് പറയുന്നത് ഗവർണർ പഠിച്ച വിദ്യാഭ്യാസ രീതിയല്ല SFI കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും പഠിച്ചു വന്നിട്ടുള്ളതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ ആ രീതിക്കകത്തേക്ക് മാറാത്തത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഗവർണറെ പ്രവേശിപ്പിക്കില്ലെന്നാണ് SFI പ്രഖ്യാപനം. അത് നടപ്പാക്കാൻ കഴിയും? തീർച്ചയായിട്ടും. കാരണം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇലക്ഷൻ ഉൾപ്പെടെ കഴിയുന്ന സമയത്ത് നമുക്കറിയാം, കേരളത്തിലെ ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 90% വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ SFIയോട് ചേർന്ന് നിന്നുകൊണ്ട് SFIയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുവരുന്നത്. ആ തീരുമാനം എടുത്തതിന് പകരം നമുക്ക് നടപ്പാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സാധിക്കും. കാരണം എന്ന് പറയുന്നത് ഗവൺമെൻറ് അത്തരത്തിലുള്ള വിഷയം നടത്തിക്കൊണ്ട് ആ വിഷയം പിൻവലിച്ചിട്ടില്ലെങ്കിൽ ഏത് ക്യാമ്പസിനകത്ത് കേരളത്തിലെ ഏത് ക്യാമ്പസിനകത്തേയും ഗവർണർ വരികയാണെങ്കിൽ ഗവർണർ ആ ക്യാമ്പസുകൾക്കകത്തേക്ക് കയറ്റില്ല എന്നുള്ളത് തന്നെയാണ് SFIയുടെ നിലപാട്. തീർച്ചയായിട്ടും നമുക്കറിയാം, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ സംഘപരിവാറിന് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ രീതിയിലൊരു വേരോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ പൊതുബോധത്തെ അവർക്ക് അനുകൂലമായിട്ട് തിരിക്കുക എന്നുള്ളതിന് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഇപ്പോൾ നമ്മൾ NCERTയുടെ പാഠപുസ്തകങ്ങളുടെ വിഷയം കണ്ടാലും അതിൽ തന്നെ അവർ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടും അല്ലെങ്കിൽ ചരിത്രത്തെ മറച്ചു വെച്ചുകൊണ്ട് അവരുടേതായ അജണ്ടകൾ അതിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് കർണാടകയിലെ ഏതോ പുസ്തകത്തിൽ സവർക്കറെ കുറിച്ച് ഒരു കവിത തന്നെ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി, എന്തോ ധീരദേശാഭിമാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംഘപരിവാറിൻ്റെ ചരിത്രത്തെ മറച്ചു വെച്ചുകൊണ്ട് അവർക്ക് കൃത്യമായൊരു വേരോട്ടം കേരളത്തിലെ ക്യാമ്പസുകൾ മുഖേന, അതായത് ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണല്ലോ പ്രധാനമായിട്ട് സമൂഹത്തിൽ പ്രതിഫലിക്കുക. അപ്പോൾ ആ മാറ്റങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിൽ ക്യാമ്പസുകളുടെ പൊതുബോധത്തിൽ തെറ്റായ ഒരു ചരിത്ര ബോധ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് കുട്ടികളിലേക്ക് ഇൻജക്റ്റ് ചെയ്ത് അത്തരത്തിൽ അവർ പറയുന്നത് അനുസരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബീഹാറിലും
മണിപ്പൂരിലൊക്കെ കാണുന്ന കൂട്ടൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് കേരളത്തിൽ അത് നടപ്പാക്കാൻ ഏകമായി കഴിയുക. ഇപ്പോൾ അവർക്ക് ഭരണമില്ല, അല്ലെങ്കിൽ കേരളത്തിൽ അത്തരത്തിലൊരു വേരോട്ടമില്ല. ഇവിടുത്തെ മനുഷ്യർ തന്നെ അതിനെതിരെ കൃത്യമായിട്ട് പ്രതിരോധം തീർക്കുകയും സംഘപരിവാറിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കുന്ന സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ആകപ്പാട് ഉപയോഗിക്കാൻ കഴിയുക ഗവർണറെയാണ്. അപ്പോൾ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിലേക്ക് കടന്നു കയറുക എന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സെനറ്റിലേക്കുള്ള ABPക്കാരുൾപ്പെടെയുള്ള ആളുകളെ നിയോഗിച്ചതിനെ നോക്കിക്കാണുന്നത്. SFI ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളെ പിന്തുണക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പിന്തുണയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഇത്രയും നമ്മൾ ചരിത്രം പഠിച്ചു വന്നവരാണല്ലോ. നമ്മൾ ഈ വെട്ടിച്ചുരുക്കിയ പാഠപുസ്തകങ്ങൾ പഠിച്ചു വന്ന ആളുകളല്ല നമ്മൾ. അതുമാത്രമല്ല, വായിച്ചും കണ്ടും നമ്മൾ ചരിത്രത്തെ അറിഞ്ഞിട്ടുണ്ട്. ചരിത്രത്തെ മറന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്കറിയാം, ഫാസിസം ഹിറ്റ്ലറുടെ കാലത്ത് ഉൾപ്പെടെ അവിടെ മിണ്ടാതിരുന്ന, അതല്ലെങ്കിൽ ഫാസിസം വളർന്നു വന്ന കാലത്ത് അതിനെ കണ്ട് മൗനം നടിച്ചവരാണ് അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ സംഘപരിവാറിനെതിരെ ആരൊക്കെ പ്രതിഷേധിക്കുന്നോ, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടകളെ ആരൊക്കെ എതിർക്കുന്നോ അവർക്കൊപ്പം എല്ലാം നമ്മൾ അണിനിരക്കേണ്ട ഒരു കാലത്താണ് ജീവിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ബോധ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൽ ഏറ്റവും കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് എല്ലാ കാലത്തും അവരെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് അവരുടെ ഓരോ അജണ്ടകളെയും പൊളിച്ചുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് SFI. അപ്പോൾ SFI എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ, അല്ലെങ്കിൽ SFI അവരെ എതിർക്കുന്നതിനൊപ്പം അണിനിരക്കേണ്ടത് കേവലം SFIക്കൊപ്പം അണിനിരക്കല്ല, മറിച്ച് കാലത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടിയാണ് അണിനിരക്കുന്നത് എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ ഉള്ളതുകൊണ്ട് തന്നെയാണ് SFIക്കൊപ്പം അണിനിരക്കുന്ന SFI നടത്തുന്ന പ്രതിഷേധങ്ങളെല്ലാം പൂർണ്ണമായിട്ടും 100% സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഗവർണറെ പ്രവേശിപ്പിക്കില്ലെന്നാണ് SFI പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് നടപ്പാക്കാൻ സാധിക്കും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നടപ്പാക്കാൻ സാധിക്കും. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉൾപ്പെടെ SFI എടുത്തു വന്ന സമരങ്ങളും SFIക്ക് ക്യാമ്പസുകളിൽ, കേരളത്തിൻ്റെ ക്യാമ്പസിൻ്റെ പൊതുമണ്ഡലത്തിൽ SFIക്കുള്ള കൃത്യമായ ഇടം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമ്പസുകളിൽ നിന്ന് ഗവർണറെ, അതായത് ക്യാമ്പസിലേക്ക് ഗവർണറെ കയറ്റില്ല എന്ന് പറയുമ്പോൾ ക്യാമ്പസിലേക്ക് സംഘപരിവാറിനെ കയറ്റില്ല എന്നും, ക്യാമ്പസിലേക്ക് അവരുടെ രാഷ്ട്രീയം കയറ്റില്ല എന്നും, ക്യാമ്പസിലേക്ക് വർഗീയത കയറ്റില്ല എന്നുള്ള SFIയുടെ ഏറ്റവും ബേസിക്കായ മുദ്രാവാക്യങ്ങൾ തന്നെയാണല്ലോ അത്. അപ്പോൾ അത് ഇത്രയും കാലം ക്യാമ്പസിലേക്ക് സംഘപരിവാറിനെ കയറ്റില്ല, അല്ലെങ്കിൽ ക്യാമ്പസിലേക്ക് വർഗീയതയെ കയറ്റില്ല എന്ന വാക്ക് SFI പാലിച്ചു പോയിട്ടുണ്ട്. ഇനി വരുന്ന കാലത്ത് ഗവർണറെ കയറ്റില്ല എന്ന് പറഞ്ഞാൽ ഗവർണറെ കയറ്റില്ല, അതായത് RSSനെ ക്യാമ്പസുകളിലേക്ക്, ക്യാമ്പസിൻ്റെ മണ്ഡലത്തിലേക്ക് വർഗീയതയെ, ഹിന്ദുത്വത്തെ കയറ്റില്ല എന്ന SFIയുടെ നിലപാടുണ്ട്. അത് പൂർണ്ണമായിട്ടും ഈ കാലഘട്ടത്തിലെല്ലാം അത് പാലിച്ചു പോയ സംഘടനയാണ് SFI. അതുകൊണ്ട് തന്നെ അത് കേട്ടില്ല എന്ന് പറഞ്ഞാൽ കേട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ക്യാമ്പസിൽ ഗവർണർ വരികയാണെങ്കിൽ നിങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഈ ക്യാമ്പസിലേക്ക് ഗവർണർ വരികയാണെങ്കിൽ SFI പറഞ്ഞ നിലപാട് പോലെ തന്നെ ഗവർണർ ഈ ക്യാമ്പസിലേക്ക് കയറ്റില്ല. കാരണം ക്യാമ്പസുകളിലേക്ക് സംഘപരിവാറിനെയോ അല്ലെങ്കിൽ വർഗീയതയോ കയറ്റില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുക. അതിനു വേണ്ടിയിട്ട് SFIയുടെ സമരങ്ങൾക്കൊപ്പം SFI മാത്രം അണിനിരക്കേണ്ട ഒരു കാലമല്ല ഇത്. എല്ലാ സംഘടനകളും രാഷ്ട്രീയം സംസാരിക്കേണ്ട കാലമാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇതിനെതിരെ സംസാരിക്കേണ്ട കാലമാണ്. അപ്പോൾ അതിനൊപ്പം പ്രതിഷേധിക്കുന്നവർക്കെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കൊപ്പം അണിനിരക്കും. ഗവർണർ സംഘപരിവാറുകാരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഗവർണർ ഇവിടെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അധികാര ദുർവിനിയോഗം ചെയ്തെന്നാണ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ നോർമലി അവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിർദ്ദേശിക്കുന്ന ആ ഒരു ലിസ്റ്റാണ് ഗവർണർ നോമിനേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇപ്പം നോമിനേറ്റ് ചെയ്യപ്പെട്ട 15 പേരും യാതൊരു അക്കാദമിക് മെറിറ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. കേവലം സംഘപരിവാറിൻ്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിൻ്റെ പോഷക സംഘടന പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഈ പറഞ്ഞ 15 പേരെ നോമിനേറ്റ് ചെയ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇവിടെ ഒരു അധികാരത്തിന് ദുർവിനിയോഗം നടത്തുന്നത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കേണ്ട ഗവർണറിൻ്റെ ഒരു അധികാര പരിധിയിലല്ല ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഒരു സംഘപരിവാറിൻ്റെ ഒരു ഏജൻ്റായിട്ട് മാത്രമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ പാർലമെൻ്ററി പൊളിറ്റിക്സിലൂടെ സംഘപരിവാറിന് യാതൊരു സ്ഥാനങ്ങളും നേടാൻ സാധിക്കില്ല എന്നതിൻ്റെ ഒരു പുറത്താണ് ഇപ്പം ഗവർണറിലൂടെ കേന്ദ്ര സർക്കാരും സംഘപരിവാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു റബ്ബർ സ്റ്റാമ്പ് എന്നതിലുപരി എന്താ പറയുക, ഒരു ഏജന്റ്, ഒരു കയ്യാളെന്ന രീതിയിൽ, സംഘപരിവാറിന്റെ കയ്യാളെന്ന രീതിയിലാണ് ഗവർണർ ഇപ്പം കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. SFI ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളെ പിന്തുണക്കുന്നുണ്ട്. തീർച്ചയായും SFI അല്ലാണ്ട് പിന്നെ ആരാണ് ഇത്തരത്തിലുള്ള ഗവർണർ ഇത്തരം നടപടികൾ പ്രതിഷേധിക്കേണ്ടത്? കാരണം എന്താ വെച്ചാൽ SFI മാത്രമല്ല, കേരളത്തിനകത്തെ ഇന്ത്യക്കകത്തെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹം ഇതിനോട് പ്രതികരിക്കേണ്ടതാണ്, ഇതിനെ പ്രതിഷേധിക്കേണ്ടത്. പക്ഷെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിനകത്തെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ, ഇലക്ഷൻ സമയത്ത് മാത്രം പൊട്ടിമുളക്കുന്ന കൂണുകൾ പോലെ പൊട്ടിമുളക്കുന്ന മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിക്കേണ്ട ഇത്തരം മേഖലയിൽ പ്രതിഷേധിക്കില്ല എന്നാണ് മറ്റൊരു സംഘടനാ വ്യവസ്ഥയാണ്. കാരണം SFI എന്തായാലും ഇതിനോട് പ്രതിഷേധിക്കും, ഏറ്റെടുത്ത തീരുമാനമാണ്. പൂർണ്ണമായിട്ടും ഈ ഒരു
പ്രതിഷേധത്തെ പിന്തുണക്കുന്നു. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഗവർണറെ പ്രവേശിപ്പിക്കില്ലെന്നാണ് SFI പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് നടപ്പാക്കാൻ സാധിക്കുമോ? SFI ഒരു കാര്യം തീരുമാനിച്ചാൽ നടപ്പിലാക്കാൻ സാധിക്കും എന്ന് ആർജവമുള്ള ഒരു സംഘടന തന്നെയാണെന്ന് കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് പല തവണയായിട്ടും തെളിയിച്ചു പോയിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഇത്തവണ ഗവർണറെ ക്യാമ്പസുകൾക്ക് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുക തന്നെയും അതിനുള്ള ഊർജ്ജവും ഉള്ള സംഘടനയാണ് SFI. അതിന് സംശയമില്ല. ഈ ക്യാമ്പസിൽ ഗവർണർ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരണം? സ്വാഭാവികമായിട്ടും SFI ഏറ്റെടുത്ത തീരുമാനം, സംസ്ഥാനത്തിൽ ഏറ്റെടുത്ത തീരുമാനം എന്താണെന്ന് വെച്ചാൽ ക്യാമ്പസിനകത്ത് ഗവർണർ പ്രവേശിക്കില്ല എന്ന് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഈ ക്യാമ്പസിൽ SFI അത് തന്നെയാണ് ചെയ്യാൻ പോവുക. ക്യാമ്പസിനകത്ത് പ്രവേശിക്കില്ല, എന്ത് വില കൊടുത്ത് തന്നെ തടയുന്നത് തന്നെയായിരിക്കും. തികച്ചൊരു വലതുപക്ഷ രാഷ്ട്രീയമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു ജനാധിപത്യപരമായിട്ട് അതിൻ്റെ പ്രോപ്പർ രീതിയിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ സംഘപരിവാറിൻ്റെ ഒരു കൊലയാളിയുടെ ഒരു ഭാര്യയെ പോലും അവിടെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഗവർണറിൻ്റെ ഒരു പവർ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സംഘപരിവാറിൻ്റെ അനുയായികളെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം സ്വീകരിക്കുന്ന ആൾക്കാരെ ഇതിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണ്. ശരിക്കും രാഷ്ട്രീയം കളിക്കുകയാണ്, സംഘപരിവാർ രാഷ്ട്രീയം കളിക്കുകയാണ്, വലതുപക്ഷ രാഷ്ട്രീയം കളിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് യാതൊരു വിധമായിട്ടുള്ള ന്യായീകരണങ്ങൾ അതിന് പറയാനില്ല. ശരിക്കും അത് തന്നെയാണ് ചെയ്യുന്നത്. SFI ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ശരിക്കും നമ്മൾ പ്രതിഷേധിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. എന്ത് അനീതി നടന്നാലും അത് കോളേജ് തലങ്ങളിൽ തന്നെ പ്രതിഷേധിക്കുക. ഇപ്പോൾ തന്നെ 19ഓളം SFI പ്രവർത്തകരെ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി ജയിലടച്ചൊരു സംഭവമുണ്ട്. അപ്പോൾ എപ്പോഴായാലും പ്രതിഷേധിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ഈ പ്രതിഷേധ നടപടികളോട് തന്നെ തുറന്നു പോകണം എന്നാണ് പറയുന്നത്. കേരളത്തിലെ ക്യാമ്പസിൽ ഗവർണറെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് SFI പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് നടപ്പിലാക്കാൻ കഴിയുമോ? മാക്സിമം അതിൻ്റെ നടപ്പിലാക്കുന്ന തരത്തിൽ തന്നെ പോകും. കാരണം അത്രയും ആ ഒരു ഗവർണർ ഇപ്പം നമ്മുടെ പാർലമെൻറ്റ് സിസ്റ്റത്തിൽ പ്രസിഡന്റിൻ്റെ ഈക്വൽ പവറാണ് ഒരു സ്റ്റേറ്റിൽ ഗവർണർക്കുള്ളത്. അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു ഗവർണറെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചാൻസലറെ അതിന് ആ നടപടികൾ കർക്കശമായ നിലപാടുകൾ തന്നെ എടുക്കണം. അത് മാക്സിമം പറ്റുന്ന രീതിയിൽ തന്നെ അതിനെ നടത്തിക്കൊണ്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പറ്റുന്ന രീതിയിൽ തന്നെ നടത്തിക്കൊണ്ട് പോകും SFI എന്നാണ് പറയുന്നത്. ഈ ക്യാമ്പസിൽ ഗവർണർ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഈ നടപടി തന്നെ ഉണ്ടാവുക. SFI ഞങ്ങളെല്ലാം തന്നെ ഇതിനെപ്പറ്റി നിരന്തരം അപ്ഡേറ്റ് ആവുകയും ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി അറിയുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോരുത്തരും ഈ സെനറ്റിലേക്ക് ആൾക്കാർ എടുക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ള പ്രക്രിയയെപ്പറ്റി മനസ്സിലാക്കി ഇതിനകത്ത് ആൾക്കാർ എടുക്കുന്നതിൽ എന്തെങ്കിലും പിഴവുണ്ടാകുമെങ്കിൽ ഈ ഗവർണറിൻ്റെ ഈ ഒരു കഴിവ് അല്ലെങ്കിൽ ഈ ഒരു പവറിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു ഗവർണറെ ഇങ്ങനെ തന്നെ നേരിടുക തന്നെ ചെയ്യും. ഗവൺമെൻറ് ലോ കോളേജ് SFI അങ്ങനെ തന്നെ നേരിടുക തന്നെ ചെയ്യും. ഞങ്ങൾ അതിനോട് യോജിക്കുന്നു. കാരണം ഒരു യോഗ്യതയില്ലാത്ത രംഗത്തെയാണ് അദ്ദേഹം നിയമിച്ചത്. ഒരു ABVPയുടെ യൂണിറ്റ് സെക്രട്ടറി ആണെന്ന് അതിനുള്ള യോഗ്യത മാത്രമാക്കണം. അതൊരു യോഗ്യതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രംഗത്തിന് തീർച്ചയായിട്ടും വേണ്ട പല ഘടകങ്ങളും യൂണിവേഴ്സിറ്റി റൂൾസ് പറയുന്നുണ്ട്. അതൊന്നും അയാൾ പാലിച്ചിട്ടില്ല. ഇതിനകത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിനകത്തുള്ള ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ, ആ നയങ്ങളെ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പാസ്സായതിൻ്റെ ശേഷം ഗവർണർ എത്തുന്ന ഘട്ടത്തിൽ അതിൻ്റെ മേലെ അടയിരിക്കുന്ന സമീപനമാണ് കഴിഞ്ഞ കാലങ്ങളായിട്ട് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിനകത്തുള്ള വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് ഇടപെടാൻ പറ്റാത്ത ഈ RSSൻ്റെ വക്താക്കൾ, ഈ RSSൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, ആ ആളുകൾക്ക് കേരളത്തിനകത്തുള്ള വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ സർവകലാശാലകളിലേക്ക് ഇടപെടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് കേരളത്തിനകത്ത് നിലവിലുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണറിലൂടെയാണ്. അപ്പോൾ ആ ഗവർണറിലൂടെ ഇടപെടാനുള്ള പ്രവർത്തനങ്ങളാണ് RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആളുകളെ പറയുന്ന കൊലയാളിയുടെ ഭാര്യയെ വരെ ഇതിൻ്റെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ വിദ്യാർത്ഥി സമൂഹം എന്നുള്ള നിലയിൽ നമ്മളിതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഈ സർവകലാശാലകളെല്ലാം കാവ്യവൽക്കരിക്കപ്പെടുന്ന നിലയുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. SFI ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളെ പിന്തുണക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും SFI എന്ന് പറയുന്ന സംഘടന ഈ കേരളത്തിനകത്തുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തിനകത്തുള്ള വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള ഏത് നയങ്ങൾക്കെതിരെയും ശക്തമായിട്ട് പ്രതികരിക്കുന്ന ആദ്യം തെരുവിലിറങ്ങുന്ന സംഘടനയുടെ പേരാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. ആ SFI എന്ന് പറയുന്ന സംഘടന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള RSSൻ്റെ തിട്ടൂരങ്ങളെ ക്യാമ്പസിനകത്ത് അല്ലെങ്കിൽ കേരളത്തിനകത്ത് നടപ്പിലാക്കാനുള്ള ഗവർണറുടെ നടപടികൾക്കെതിരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കരിങ്കൊടി കാണിച്ചിട്ടുള്ളത്. അത് ഇനിയും ഗവർണർ ഈ കേരളത്തിനകത്തേക്ക് നിലവിൽ ഡൽഹിയിലാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിനകത്ത് എത്തുന്ന ഘട്ടത്തിൽ SFIയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഇനി കേരളത്തിനകത്തേക്ക്
ഗവർണർ എത്തുന്ന ഘട്ടത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായിട്ട് അത് കരിങ്കൊടി കാണിക്കുന്ന രീതിയിലാണ് എങ്ങനെയാണെങ്കിലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് SFI തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ ഏറ്റവും നല്ല രീതിക്ക് തന്നെ വലിയ രീതിക്ക് തന്നെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഒരു വിദ്യാർത്ഥി എന്നുള്ളതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ക്യാമ്പസുകളിലേക്ക് ഗവർണറെ പ്രവേശിപ്പിക്കില്ലെന്നാണ് SFI പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ക്യാമ്പസിൽ ഗവർണർ വരികയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും വലിയ ശക്തമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തും. കഴിഞ്ഞ കാലങ്ങളിൽ ഗവർണർ ഏറ്റെടുത്തിട്ടുള്ള RSSനോട് അനുകൂലമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ സെനറ്റിലേക്കകത്ത് അടക്കം ABVPയുടെ അല്ലെങ്കിൽ RSSൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെ ഉള്ളതിനെതിരെയുള്ള കൃത്യമായിട്ടുള്ള പ്രതിഷേധം SFIയുടെ ഈ ക്യാമ്പസിനകത്ത് SFI നേതൃത്വം നൽകുന്ന ഒരു വിദ്യാർത്ഥി യൂണിയനുണ്ട്. SFI എന്ന് പറയുന്ന സംഘടന ഈ ക്യാമ്പസിനകത്ത് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാമ്പസിനകത്തുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ വിഷയം അഡ്രസ്സ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളെ ഈ വിഷയം അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അതിനുള്ള പ്രതിഷേധമായിട്ട് ഈ ക്യാമ്പസിനകത്തുള്ള ലോ കോളേജ് ക്യാമ്പസ് അവർക്കെതിരെ പ്രതിഷേധിക്കുമെന്നാണ് ഘട്ടത്തിൽ പറയാനുള്ളത്. ഗവർണറെ കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രവേശിപ്പിക്കില്ലെന്നാണ് SFI പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് നടപ്പാക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഇതിനു മുന്നേ ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് നമ്മുടെ വൈസ് ചാൻസലറിനെ നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രശ്നം ഗവർണറുടേത് മുൻപുണ്ടായിരുന്നു. അന്ന് കൊച്ചിൻ സർവകലാശാലയിൽ സമരമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോയിരുന്നു. ആ സമരത്തിൽ നമ്മൾ ഭാഗമായിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാം. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാനുള്ള സംഘടനാ ശേഷി SFIയെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ മറ്റ് ഇതര സംഘടനകളെ സംബന്ധിച്ച് ഇപ്പോൾ പ്രധാനമായിട്ടും KSUവിനെ പോലെ ഒരു ശക്തമായിട്ടൊരു ഓർഗനൈസ്ഡ് ആയിട്ടൊരു മൂവ്മെൻറ്റ് ഉയർത്തിക്കൊണ്ടുവരാൻ. അത് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് അവർക്കൊരു മൂവ്മെൻറ്റ് ഏത് രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാം, അതായത് ഏത് കാര്യത്തിലാണെങ്കിലും ഉയർത്തിക്കൊണ്ട്. പക്ഷേ അതൊരു ഓർഗനൈസ്ഡ് ആകുന്നതിൽ SFIയെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഓർഗനൈസ്ഡ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുള്ളൂ. അത് KSUവിനെ സംബന്ധിച്ച് സാധിക്കുന്നില്ല. അതിപ്പോൾ അവരുടെ സംഘടന രീതി അല്ലെങ്കിൽ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും അവരുടെ പരിപാടികൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ട്. SFIക്ക് അതിന് സാധിക്കും. അപ്പോൾ SFI അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. SFIയുടെ സംസ്ഥാന കമ്മിറ്റി അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടത് നടപ്പിലാക്കുന്നതിന് കേരളത്തിലെ എല്ലാ SFI വിദ്യാർത്ഥി സമൂഹം അതിന് കൂടെ നിൽക്കും. ആ ബാക്കി വരുന്ന വിദ്യാർത്ഥി സമൂഹത്തെ കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു വിഷയത്തോട് ഐക്യപ്പെട്ട് നിർത്തുന്നതിനും SFIക്ക് ആശയപരമായിട്ട് സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം. ഈ ക്യാമ്പസിൽ ഗവർണർ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം? തീർച്ചയായിട്ടും അതിൽ ശക്തമായിട്ടുള്ള സമരം ഉയർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ അതിൽ കരിങ്കൊടി പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതിനാണ് നമ്മളും ചെയ്യുക. അതിൽ സംസ്ഥാന കമ്മിറ്റി കൃത്യമായിട്ടൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗവർണറെ തടയും, ഗവർണറെ ഈ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നമ്മളെ പ്രതിഷേധം അറിയിക്കുന്നുള്ള സാധനം അത് തന്നെ ആയിരിക്കും SFIയുടെ ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റി ഏറ്റെടുക്കുക. അതിൽ ഒരു സംഘടനാ സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ ചെയ്തു പോകുന്ന രീതി സംസ്ഥാന കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്ന ഇതാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രതിഷേധം ലോ കോളേജിലും ഉയർത്തിക്കൊണ്ടുവരും. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കംപ്ലീറ്റ് സെക്യുലർ ഫാബ്രിക് തകർക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പം അതിനെ കൂട്ടുപിടിക്കുന്ന അതിൻ്റെ ഒരു സംഘപരിവാറിൻ്റെ എന്താ പറയുക ആ ഫാമിലി വരുന്ന ആൾക്കാരുടെ അതായത് BHPയിൽ വരുന്ന ആൾക്കാർ, അതേപോലെ ABVയിൽ വരുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ഈ BJPൻ്റെ തന്നെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഈ വേറെ ഫെഡറേഷനുകൾ ഉണ്ടാവുമല്ലോ, അതായത് തൊഴിലാളികളുടെ ഫെഡറേഷൻ അല്ലെങ്കിൽ അവരെ ഓഫീസിൻ്റെ ഫെഡറേഷൻ, ടീച്ചേഴ്സിൻ്റെ ഫെഡറേഷൻ, അങ്ങനത്തെ ആൾക്കാർ മാത്രം സെലക്ട് ചെയ്തെടുക്കുന്നു. അതായത് ഇപ്പം ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഇതിൽ 90% 80% ആൾക്കാരും ഇതേപോലെ ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പം നമ്മൾ കോളേജിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് ക്യാമ്പസുകളുടെ കാവ്യവൽക്കരണം, യൂണിവേഴ്സിറ്റിയുടെ കാവ്യവൽക്കരണം. അതുപോലത്തെ അതിനകത്ത് അവരുടെ ഒരു റൈറ്റ് വിങ് പ്രൊപ്പഗണ്ട പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ബേസിക് സ്റ്റെപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്തേക്കുള്ള ഒരു വലിയൊരു മുന്നേറ്റത്തിൻ്റെ അവരുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ഷോ പീസ് ആകാൻ പോകുന്നൊരു സ്റ്റെപ്പായിരിക്കും ഇത്. ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണോ? ഗവർണർക്ക് എന്തായാലും തീർച്ചയായും രാഷ്ട്രീയമുണ്ട്. അതായത് ഗവർണറെ നമുക്കറിയാം, ഗവർണർ എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, മറ്റു പാർട്ടികളുണ്ടായിരുന്നു. അവസാനമാണ് ഈ BJPയുടെ പാലത്തിലേക്ക് വന്നത് ഇപ്പോഴുള്ള ഗവർണർ. അപ്പം ഗവർണർക്ക് തീർച്ചയായും രാഷ്ട്രീയങ്ങളുണ്ട്. മെറ്റീരിയലായ ഗുഡ്, ഗവർണറിൻ്റെ പേഴ്സണലായ മെറ്റീരിയലായ ഗുഡ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുള്ള മെറ്റീരിയലായ ഗുഡ്, അതുമാത്രമാണ് അയാൾ ലക്ഷ്യം വെക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ മൊത്തമായിട്ടുള്ള എന്താ പറയുക ഒരു സമാധാനമുള്ള അവസ്ഥ തകർക്കുന്ന രാഷ്ട്രീയത്തിന് തന്നെയാണ് ഗവർണർ പിൻപറ്റുന്നത്. ഈ SFI ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധത്തെ പിന്തുണക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അത് വാലിഡ് ആയൊരു പ്രൊട്ടസ്റ്റ് തന്നെയാണല്ലോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിനെപ്പറ്റി പ്രൊട്ടസ്റ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇതൊരു നോർമലൈസ് എല്ലാം ഇവിടെ നോർമലൈസ് ആയതുപോലെ ഈ റൈറ്റ് വിങ്ങിൻ്റെ എല്ലാ തരം പ്രൊപ്പഗണ്ടയും നോർമലൈസ് ആയതുപോലെ ഈ ഗവർണറുടെ ഇപ്പോഴത്തെ ഈ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഈ
ഈ ഒരു സ്റ്റെപ്പും കൂടി നോർമലൈസ് ആവും. ക്യാമ്പസുകളിൽ ഗവർണറെ പ്രവേശിപ്പിക്കില്ലെന്നാണ് SFI പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അതിൽ ഒരു ടെക്നിക്കലായ, അതായത് ഇപ്പം നമുക്ക് എന്തായാലും അറിയാം, ഇപ്പോൾ സ്റ്റേറ്റ് ഇപ്പോൾ ഏത് സ്റ്റേറ്റ് ആയാലും സ്റ്റേറ്റിന് ഒരു ചട്ടക്കൂടുണ്ടല്ലോ. അതിന് ചിലപ്പം അതിന് പോലീസിൻ്റെ ഫോഴ്സോ അല്ലെങ്കിൽ എന്താ പറയുക അതേപോലെയുള്ള ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള പവറിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ക്യാമ്പസിൻ്റെ പൾസിൽ ഗവർണർക്ക് ഒട്ടും താല്പര്യമായിട്ടല്ല ഉള്ളത്. അതേപോലെ തന്നെ ക്യാമ്പസിലുള്ള മിക്ക വിദ്യാർത്ഥികളും ഈ ഗവർണറുടെ ഈ റൈറ്റ് വിങ് ആയിട്ടുള്ള പൊളിറ്റിക്സിന് എതിരെ തന്നെയാണ് കേരളത്തിലെ സ്റ്റുഡൻസ് ഉള്ളത്. ഈ ക്യാമ്പസിൽ ഗവർണർ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതികരിക്കുക? അതിന് നമുക്ക് ആകാൻ പറ്റുന്ന എല്ലാ പ്രൊട്ടസ്റ്റും നമ്മൾ നടത്തുന്നതായിരിക്കും. നമുക്ക് എന്താ പറയുക, നമുക്ക് പറ്റുന്ന എല്ലാം ചെയ്യുന്നതായിരിക്കും.